ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫേസ്ബുക്കിൻ്റെ ന്യൂ പേജ് എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് കിട്ടുമെന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക് പേജിനെ എങ്ങനെ ന്യൂ പേജ് എക്സ്പീരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൾട്ടിമീഡിയ രംഗത്തും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഫേസ്ബുക്കിൻ്റെ പൈസ മുടക്കില്ലാതെ എങ്ങനെ റീച്ച് നമുക്ക് നേടിയെടുക്കാമെന്നൊക്കെ വീഡിയോ ചെയ്തു തന്നു. അതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, പ്രൊഫഷണൽ മോഡ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക് പേജിനെ എങ്ങനെയാണ് ന്യൂ പേജ് എക്സ്പീരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസിക് പേജിനെ ന്യൂ പേജ് എക്സ്പീരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അത് സാധാരണഗതിയിൽ ഫേസ്ബുക്കിനോട് തന്നെ അതിൻ്റെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിനോട് തന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, നമുക്ക് ഈ ഒരു മോഡില്ല, അത് നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും കിട്ടാതെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഫേസ്ബുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് തരാത്തതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് അതായത് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നതിന് ശേഷം മാത്രമാണ്, വളരെ ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഇന്ത്യയിലേക്ക് പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. ഒരുപക്ഷെ നേരത്തെ ഫേസ്ബുക്കിൻ്റെ പേജൊക്കെ നമുക്ക് ന്യൂ പേജ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, ബ്ലോഗർമാരുടെ, അങ്ങനത്തെ സെലിബ്രിറ്റികളുടെയൊക്കെ പ്രൊഫൈൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് പ്രൊഫഷണൽ മോഡിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ന്യൂ പേജ് എക്സ്പീരിയൻസ് ചില സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഷോപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ന്യൂ പേജ് എക്സ്പീരിയൻസിൻ്റെ ആവശ്യം തന്നെ നമുക്കില്ല. കാരണം നമുക്കത് കുറച്ചും കൂടി അങ്ങനത്തെ ഷോപ്പുകളുടെയൊക്കെ ഇൻ്റർഫേസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ നടത്തുന്ന ഇവൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഈ ന്യൂ പേജ് എക്സ്പീരിയൻസ് നമുക്ക് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവാറുണ്ട്. സെലിബ്രിറ്റികൾക്കും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണൽ ബ്ലോഗ് എഴുതുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് കൂടുതൽ ന്യൂ പേജ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി, അതായത് കാണാനുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പോലെ തന്നെ നമ്മുടെ പേജിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ് ഈ ന്യൂ പേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഷോപ്പുകൾക്കൊന്നും കൂടുതലായിട്ടും വേണമെന്ന് തന്നെയില്ല. അപ്പോൾ നമുക്കതെങ്ങനെയാണ് നേടിയെടുക്കുക എന്ന് നോക്കാം. നമുക്ക് 2-3 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പോയി നമുക്ക് ഫേസ്ബുക്കിനോട് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്, നമുക്ക് ഈ മോഡില്ല, നമുക്കിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ചിലർ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ആപ്പുകളിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ആൻഡ്രോയിഡ് ആപ്പിൽ നമുക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് അവർ അപ്ഡേഷൻ തരുന്ന അനുസരിച്ചാണ് നമുക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടുക. നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ്, ഫേസ്ബുക്കിൻ്റെ ആൻഡ്രോയിഡ് ആപ്പ് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയ മെറ്റാ വെർഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഫേസ്ബുക്കിൻ്റെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പോയി ഫേസ്ബുക്കിനോട് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടും കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തന്നിട്ട് നമുക്ക് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ആപ്പിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. നമ്മൾ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക മെറ്റാ വേർഷനിലേക്ക്, അതായത് ഫേസ്ബുക്ക് മെറ്റാ വേർഷനിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫേസ്ബുക്ക് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ക്യാച്ച് ക്ലിയർ ചെയ്ത് കളഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ ഒന്ന് ക്ലിയർ ചെയ്ത് ഫേസ്ബുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ടും കിട്ടാത്തതാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മെറ്റ നമുക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ആ മെറ്റ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ വരിക. പ്ലേ സ്റ്റോറിൽ വന്ന് നമുക്കൊന്ന് സെർച്ച് കൊടുക്കുക ഫേസ്ബുക്ക് മെറ്റാ വേർഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫേസ്ബുക്കിൻ്റെ മെറ്റാ വേർഷൻ ആണെങ്കിലും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ അവിടെയായിട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഡെവലപ്പറുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട്, നമ്മുടെ ഡെവലപ്പറിൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട്, facebook@fb.com എന്ന് പറയുന്നത്. നമുക്ക് മെയിൽ വെച്ചിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫീച്ചർ ഇല്ല, നമുക്കിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഇത് റിപ്ലൈ തരണമെന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് നമുക്ക് റിപ്ലൈ തരണമെന്നോ അല്ലെങ്കിൽ ഇവരിത് ശരിയാക്കി തരുമെന്നോ നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ താഴോട്ട് കുറച്ചും കൂടി വരുമ്പോഴേക്കും നമ്മുടെ ബീറ്റ വേർഷൻ്റെ കറക്റ്റായിട്ട് കണക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മളെ ഈ ബീറ്റ വേർഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല.
അപ്പോൾ ഒരു പക്ഷേ ഞാനിപ്പോൾ ഇത് ബീറ്റ വേർഷൻ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. ഇല്ല, ഇനി നിങ്ങളുടെ ബീറ്റ വേർഷൻ കണക്റ്റ് അല്ല എങ്കിൽ തന്നെ ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ബീറ്റ വേർഷൻ ഒന്ന് മാറ്റുവാണ്. ഒന്ന് റിഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നില്ലായിരിക്കും. ഇങ്ങനെ നമ്മുടെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബീറ്റ വേർഷൻ റീജോയിൻ എന്ന് പറഞ്ഞിട്ട് കിടക്കും. നമ്മളപ്പോൾ ഒന്ന് റീജോയിൻ കൊടുക്കുക, ജോയിൻ കൊടുത്തതിന് ശേഷം ഒന്ന് റിഫ്രഷ് കൊടുക്കുക. റിഫ്രഷ് കൊടുക്കുമ്പോൾ നമുക്ക് താഴോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ബീറ്റ വേർഷൻ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബീറ്റ വേർഷനാണ്, ഇപ്പോൾ ഒറിജിനൽ ഫേസ്ബുക്കിൻ്റെ ബീറ്റ വേർഷനാണ് വർക്ക് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ ചെന്ന് ഒന്ന് റീഫ്രഷ് കൊടുത്തുകൊണ്ടിരിക്കുക. റീഫ്രഷ് കൊടുത്തതിന് ശേഷം നമ്മുടെ പേജിലേക്ക് വരിക. പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ന്യൂ പേജ് എക്സ്പീരിയൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ന്യൂ പേജ് എക്സ്പീരിയൻസ് നമുക്ക് റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓൾറെഡി എനിക്ക് ന്യൂ പേജ് എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ ഇത് ന്യൂ പേജ് എക്സ്പീരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാവുന്നതാണ്. അത് ന്യൂ പേജ് എക്സ്പീരിയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കതെല്ലാം വായിച്ച് നോക്കി നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ന്യൂ പേജ് എക്സ്പീരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ നമുക്കൊന്ന് ലോഡായി വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. നമുക്കൊന്ന് ലോഡായതിനു ശേഷം നമ്മുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ പേജ് എക്സ്പീരിയൻസിൻ്റെ മോഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പേജ് നമുക്ക് വീഡിയോ ക്രിയേറ്ററായിട്ടാണ് ചെയ്തിരുന്നത്. നമ്മുടെ യൂട്യൂബും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ പ്രൊഫഷണൽ മോഡിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഫേസ്ബുക്കിൻ്റെ ഫീച്ചറുകൾ നമുക്ക് കിട്ടാം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നിർത്തി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഫീച്ചറുകൾ നമുക്ക് കിട്ടുക. ഒരുപാട് ആൾക്കാർ മുമ്പത്തെ ഫേസ്ബുക്ക് റീച്ചിൻ്റെ അത് ചോദിച്ചായിരുന്നു, പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതെങ്ങനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ മോഡിലേക്ക് നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 പേജ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ നോക്കിയായിരുന്നു. ഉറപ്പായിട്ടും നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ട്. 100% ഷുവറാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് നിങ്ങൾക്ക് ന്യൂ പേജ് എക്സ്പീരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്